അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് LDFന്റെ ക്യാമ്പിലേക്കാണ്. രാവിലെ തന്നെ മന്ത്രി KN ബാലഗോപാൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാണ് KN ബാലഗോപാൽ. ജയശങ്കറുണ്ട് KN ബാലഗോപാലിനോടൊപ്പം. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. KN ബാലഗോപാൽ ആത്മവിശ്വാസത്തിലാണ്. കൊട്ടാരക്കരയിൽ എവിടെ നിന്നാണ് ഇന്നത്തെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്? വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി, പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി വരുന്ന സാഹചര്യത്തിൽ ഇക്കുറിയും പൊളിക്കുമോ KN ബാലഗോപാൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു, പിന്നാലെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി. ഇപ്പോഴിതാ KN ബാലഗോപാൽ അദ്ദേഹം കൊട്ടാരക്കര നഗരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞു. രാവിലെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ആളുകളെ കാണുകയും ആളുകളുമായി ഇടപെടുകയൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ കൊട്ടാരക്കര മണ്ഡലം ഇത്തവണ വലിയ മത്സരം നടക്കുമെന്നാണ് പറയുന്നത്. കാരണം UDFന്റെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് ഐഷ പോറ്റിയാണ്. അവരിവിടെ 3 തവണ MLA ആയിരുന്നു. അതും നിങ്ങളുടെ പാളയത്തിൽ നിന്ന് തന്നെയാണ് MLA ആയത്. ആ ആളാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. അങ്ങനെ വലിയ മത്സരം ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. എങ്ങനെ MLA കാണുന്നത്? എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ്. കൊട്ടാരക്കര ധാരാളം രാഷ്ട്രീയ പ്രാധാന്യമുള്ള പാരമ്പര്യമുള്ള സ്ഥലമാണ്. നല്ല രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ആളുകളുള്ള സ്ഥലമാണ്. പൊതുവിൽ ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പൊതുവിൽ ഒരു വിശ്വസ്തതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് സ്വന്തം സൗകര്യം നോക്കിയിട്ട് പോലല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചേക്കുന്നത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മുന്നണിയാണ്. ആ മുന്നണി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ആണെന്നാണ് പൊതുവിൽ വിലയിരുത്തൽ. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇത്രയേറെ വികസനം വന്നൊരു സമയമില്ല. ഇത്രയും സ്വസ്ഥമായി ജീവിക്കാവുന്ന മതനിരപേക്ഷമായ വർഗീയ ലഹളകളും കലാപങ്ങളും ഇല്ലാത്തൊരു സ്ഥലം എന്ന നിലയിൽ കേരളത്തിന് പ്രാധാന്യം ഐഷാപോറ്റിയുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ ഇവിടെ ഞാൻ 5 വർഷം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. കേരളത്തിലെ എല്ലാ സ്ഥലത്തും വികസനത്തിന് തടസ്സം വരാതെയും കേന്ദ്രത്തിൻ്റെ ഇത്രയും സാമ്പത്തിക ഞെരുക്കം ഉണ്ടായപ്പോൾ അതിനും ഒരു കാര്യത്തിലും കുഴപ്പമുണ്ടാവാതെ 62 ലക്ഷം വീട്ടിൽ ക്ഷേമ പെൻഷൻ 2000 രൂപ വെച്ച് എത്തിക്കുന്നത് മുതൽ ശമ്പളവും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും പിന്നെ പെൻഷൻ ആനുകൂല്യങ്ങളും DAയും എല്ലാം കൊടുക്കുക. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോലുള്ള പദ്ധതികളും വലിയ വികസന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെന്ന നിലയിൽ ജനങ്ങളോടൊപ്പം എവിടെയും എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളെന്നതിൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. ജയശങ്കർ, ഈ തെരഞ്ഞെടുപ്പിന് 25 ദിവസമേ ഉള്ളൂ. പ്രചരണത്തിന് തീരെ കുറഞ്ഞതൊരു ബുദ്ധിമുട്ടാണോ, അത് ഗുണമാണോ ദോഷമാണോ ഈ ചൂടത്ത്? ഒന്ന് ചോദിക്കുമോ? സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയമായി സർ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 25 ദിവസമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് തീയതി ഇത് കുറഞ്ഞതൊക്കെ ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ആശങ്കയുണ്ട്? കാരണം വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. വിഷുവിൻ്റെ ഒരുക്കങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്രയും ഷോർട്ട് ടൈമിൽ ഒരു ഇലക്ഷൻ നേരിടേണ്ടി വരുന്നത്. ഷോർട്ട് ടൈമിൽ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമ്പം മുന്നണികൾക്ക് തയ്യാറെടുപ്പിന് കുറച്ച് സമയം കുറവിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, ഞങ്ങളൊക്കെ എന്നും ജനങ്ങളുടെ കൂടെ ഉള്ളവരാണ്, എപ്പോഴും കൂടെ ഉള്ളവരാണ്. ജനങ്ങളുടെ കൂടെ എപ്പോഴും കൂടെ ഉള്ളവരെന്ന നിലയിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാങ്കേതികമായ കാര്യങ്ങളാണ്. 24/7 എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ 24 മണിക്കൂറും പൊതുപ്രവർത്തകർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ വേണ്ടവരാണ്. അപ്പോൾ അതിനകത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പം ഞങ്ങളിവിടെ നേരിടുന്ന പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിനെ പിന്നെ തള്ളിപ്പറഞ്ഞിട്ട് സ്വന്തം സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ കോൺഗ്രസിലേക്കൊക്കെ ചേരുന്ന ആളുകളുടെ രാഷ്ട്രീയവും ജനങ്ങൾ മനസ്സിലാക്കും. രണ്ടും രണ്ടാണ്. എല്ലാവിധ ആശംസകളും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന KN ബാലഗോപാൽ. താങ്ക് യു. ജയശങ്കറാണ് നമുക്കൊപ്പം ചേർന്നത് KN ബാലഗോപാലിനോടൊപ്പം.